പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവർ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. അവർ എന്നെ പീഡിപ്പിച്ചു എങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. യേശു നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണിത്. യേശു പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. അവർ എന്നെ പീഡിപ്പിച്ചു എങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. ഇപ്പം ലോകം യേശുവിനെ അംഗീകരിച്ചില്ല. കാരണം യേശു ലോകത്തിൻ്റേതല്ലായിരുന്നു. യേശുവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നവരും ഈ ലോകത്തിൻ്റേതല്ലാത്തതിനാൽ അവരും ജനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുകയും നിന്ദിപ്പിക്കപ്പെടുകയും എല്ലാം ചെയ്യും. എന്നാൽ നാം നേരിടുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കും സഹനങ്ങൾക്കുമെല്ലാം പ്രതിഫലമുണ്ട്. നമ്മുടെ സമ്മാനം സ്വർഗത്തിലാണ്. നമുക്ക് നേരിടുന്ന സഹനങ്ങളിൽ നാം നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയോടെ ജീവിക്കാൻ വേണ്ടിയാണ് യേശു ഈ മുന്നറിയിപ്പ് നമുക്ക് നൽകിയത്. റോമ 5:8 നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി യേശു പീഡകളേറ്റ് കുരിശിൽ മരിച്ചു എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അത് വിശ്വസിക്കുമ്പോഴാണ് യേശുവിന് വേണ്ടി ജീവിക്കാൻ നാം പരിശ്രമിക്കുന്നത്. യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം നിന്ദനങ്ങളും അപമാനങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായെന്നു വരാം. അവയെല്ലാം പരാതി കൂടാതെ സ്വീകരിച്ച് ദൈവത്തിന് അവയെല്ലാം സമർപ്പിക്കുമ്പോൾ അവയെല്ലാം നേരിടാനായുള്ള ഒരു പ്രത്യേക ശക്തി ദൈവം നമുക്ക് നൽകും. നാം ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. നമ്മെ നിന്ദിക്കുന്നവരെ സാത്താൻ കീഴടക്കിയിരിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയുമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ദൈവിക കാര്യങ്ങളിൽ തൽപരരാകുമ്പോൾ സാത്താൻ അതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവരുടെ ചിന്താഗതികൾ നന്നായി വരുവാനായിട്ട് ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ നാം അതിന് മറുപടി പറയുകയോ നിന്ദനങ്ങളെ എതിർക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. യേശുവിന് നിന്ദനങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും നിന്ദനങ്ങൾ ഏൽക്കേണ്ടി വരും. പക്ഷേ ഇതിനെല്ലാം ഒരു സമ്മാനം യേശു കരുതി വച്ചിട്ടുണ്ട്. അത് ഈ ലോകത്തിലല്ല എന്ന് മാത്രമേ ഉള്ളൂ, അത് സ്വർഗത്തിലാണ്. നമുക്കെല്ലാവർക്കും ഒരു നല്ല ദിനമാണ് ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.